ഹലോ, അച്ഛൻ എവിടെയാ? എനിക്ക് എന്താ പറ്റി? എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്തിനാ ഇവിടെ? എനിക്ക് അനിയനെ അച്ഛനെ കാണണം. വേഗം വാ. പുലരി വരികയാണിതായിനി, മിഴികൾ നിറയെ കനവു പൂവുമായി, മൊഴിയും ചിരിയും മധുരലോകമായിതാ, ഹൃദയമേറിയ ഒഴുകുന്ന പുഴയിലെ ഓളമായി അകലെ ജീവിക്കണം. എൻ്റെ അനിയനോടൊപ്പം അച്ഛനോടൊപ്പം ജീവിക്കണം. സ്കൂളിൽ പോകണം, പഠിക്കണം, എല്ലാരെ പോലെയും ജീവിക്കണം. എനിക്ക് പേടിയാവുന്നു. ഒരു വേളയെല്ലാം പൊലിയുന്ന പോലെ ഇരവായി തുണയില്ല കൂടെ നിറയുന്നു മൗനം താനേ പോകെ. മഴവില്ല സാന്ത്വനമായി തെളിയുന്നുവോ, മനസ്സിന്റെ വേനലുകൾ മായുന്നുവോ, ജീവന്റെ യാത്രയിൽ പുതിയ പുലരി വരികയാണിതായിനി, മിഴികൾ നിറയെ കനവു പൂവുമായി, മൊഴിയും ചിരിയും മധുരലോകമായിതാ, ഹൃദയമേറിയ
നമുക്ക് ഒരുമിച്ച് നേരിടാം. ഇതാ ഹൃദയമേറിയ തുടരാം പോരാട്ടം. പുതിയ പുലരി വരികയാണിതാ ഇനി. മിഴികൾ നിറയെ കനവ് പൂവുമായി. അഫ്ന, എന്ത്? ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ആ എന്തായാലും നമ്മുടെ ചേട്ടനെ ചേച്ചിമാർ ചോദിക്കാം. ആ അമ്മു, നല്ലൊരു ആക്ടായിരുന്നു, നല്ലൊരു മെസ്സേജാണ് കൺവേ ചെയ്തത്. ഇതുവരെ ആരും എടുക്കാത്ത, അല്ലെങ്കിൽ മഞ്ജു ചേച്ചിയുടെ എന്ന് പറയുമ്പോൾ എല്ലാവരും മൂവീസാണ് കൂടുതൽ ശ്രദ്ധിക്കുക. ഈ കാര്യം ആരും അത്രയും ഓർക്കുന്ന ഒന്നല്ല. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊടുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരു അവെയർനെസ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിച്ചൊരു പോസിറ്റീവ് എന്തെങ്കിലും നിർത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു കോൺസെപ്റ്റ് തിരഞ്ഞെടുത്തത് നല്ല രീതിയിൽ തന്നെ അത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രൂപ്പും വളരെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. നല്ലൊരു കൊറിയോഗ്രാഫി ആയിരുന്നു. അഫ്ന നല്ലോണം ആക്ട് ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ആക്ടായിരുന്നു. താങ്ക് യു. വിവേകേട്ടാ, എനിക്ക് എന്ത് പറയണമെന്ന് പറയുന്നത് അത്ര ഭയങ്കര എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. കറക്റ്റ് മെസ്സേജ് ആയിരുന്നു. യഥാർത്ഥ ഒരു ഫാൻ എന്ന് പറഞ്ഞത് തന്നെ ഇപ്പോൾ എന്താ പറയുക സിനിമ മാത്രം കണ്ടിട്ട് അതിനുള്ള ഇത് മാത്രമല്ലാതെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എല്ലാം ഭയങ്കര നിങ്ങൾ എന്താ പറയുക പറയാനായിട്ട് വാക്കുകളില്ല. അത്ര നന്നായി മനോഹരമായിട്ട് നിങ്ങളിവിടെ പെർഫോം ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ശരിക്കും ഞാൻ RCCയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പിള്ളേരുടെ ഇതേപോലെ സംഭവം കാണുമ്പോൾ ശരിക്കും നമുക്ക് അതിനകത്ത് കയറുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനത്തെ അവസ്ഥയാണ് എൻ്റെ അകത്ത്. അതും വലിയ ആൾക്കാർക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത പെയിനും കാര്യങ്ങളായിട്ട് ഇരിക്കുമ്പോൾ കുഞ്ഞു പിള്ളേരുടെ കാര്യം ഇപ്പോൾ ആലോചിച്ച് നോക്കുക. ഇത് കാണിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. കറക്റ്റ് കൺവേ ചെയ്യേണ്ട മെസ്സേജ് ഇവിടെ കൺവേ ചെയ്തു. ഹാറ്റ്സ് ഓഫ്. അതുപോലെ കൊറിയോഗ്രാഫി എടുത്തു പറയാം, ഭയങ്കര ബ്രില്യൻ കൊറിയോഗ്രാഫി ആയിരുന്നു കേട്ടോ. കാരണം ഈ ഒരു പാട്ട് അത്രയും സ്ലോ ആയിട്ടുള്ള പാട്ടിൽ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനൊരു തീം കൊണ്ടുവന്ന് ഇങ്ങനൊരു സംഭവം ചെയ്ത് അത് ആ ഒരു വേ ഓഫ് കൊറിയോഗ്രാഫി നല്ലായിരുന്നു. ആദ്യം ആ ഒരു വീഡിയോ കാണിച്ചു ഒരു ഹാപ്പിനെസ്സിൽ തുടങ്ങി ഇത് ഡയറക്റ്റ്ലി ഒരു ആക്ടിൽ തുടങ്ങാണ്ട് ആ ഒരു ഇൻട്രൊഡക്ഷൻ വളരെ നല്ലതായിരുന്നു. നല്ലൊരു ബ്രില്യൻ കൊറിയോഗ്രാഫി. സൂപ്പർ സർ. സൗഭാഗ്യ ചേച്ചി. അഫ്ന നല്ലൊരു ആക്ടായിരുന്നു. വെരി ടച്ചിങ് പെർഫോമൻസ് വേണമെങ്കിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾക്ക് എന്നൊരു ക്ലാപ്പ് കിട്ടേണ്ടതാണ്. ഫോർ ദ മേക്ക് ഓവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും കുറേ. ഇതൊക്കെ ചെയ്യുന്നത് ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി തിങ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ ആരാണ് ഹെൽപ്പ് ചെയ്തത്, ബിഗ് സല്യൂട്ട് ടു ദം. എനിക്ക് മേക്കപ്പ് ചെയ്തെന്ന ബേബി ചാമ്പിളാണ്. നല്ല നല്ല മേക്ക് ഓവർ ആയിട്ടുണ്ട്. അത് ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി തിങ്. അതിലാണല്ലോ ഒരു 50% കാര്യമുള്ളത്. ഔട്ട്ഫിറ്റ് ഇതൊക്കെ കൊള്ളാം, നിങ്ങൾ ചെയ്തിരിക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട്. ആൻഡ് സോങ് സെലക്ഷൻ ഇതേപോലൊരു ഐഡിയ മൂവീസിൻ്റെ പുറത്ത് ചിന്തിച്ചതും അതൊരു നല്ലൊരു ഫാക്ടർ. ആൻഡ് ഇതിൻ്റെ കൊറിയോഗ്രാഫി നന്നായിട്ടുണ്ട്. ആദ്യം ഒരു വീഡിയോ വാളിൽ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ആ ട്രാൻസിഷൻ നല്ലതായിരുന്നു. ആൻഡ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഡാൻസ് സ്റ്റെപ്സിലൊക്കെ ആണെങ്കിലും ഒരു പെയിൻ പ്രകടമായിരുന്നു. ആ സ്റ്റെപ്സിലൂടെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റി. അതുപോലെ നല്ല ഒരു തോട്ട്, ഒരു നല്ല സോഷ്യൽ മെസ്സേജ് ഈ പെർഫോമൻസിലൂടെ. അത് ഒരു മോട്ടിവേഷണൽ പെർഫോമൻസ് ആണ്. അതല്ല ഒരു ഭയങ്കര ഒരു സാഡ് എൻഡിങ് ആവാണ്ട് കുറേ അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സ് ബൂസ്റ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതൊക്കെ ആഡ് ചെയ്ത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അത് ഒറിജിനൽ ഇതിലില്ലാന്ന് തോന്നുന്നു. അത് സാറിൻ്റെ ഐഡിയ ആയിരിക്കണം. അത് ഇങ്ങനെ മോട്ടിവേഷണൽ ആയിട്ടുള്ള വേർഡ്സ് ഇടയ്ക്ക് കൊണ്ടുവരുന്നത് അത് ഒത്തിരി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നി. ബ്രില്യൻ പെർഫോമൻസ് ആൻഡ് താങ്ക് യു ഫോർ എ വെരി ഗുഡ് സോഷ്യൽ മെസ്സേജ്. താങ്ക് യു. ഇതിൽ അഫ്നയുടെ ഈ ഒരു പെർഫോമൻസ് വൈറലാവട്ടെ. താങ്ക് യു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അസുഖം വന്ന എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കും. ഈ പെർഫോമൻസ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് ആരുടെ അഫ്നയുടെ അനീതിയാണ്? ഇത് ആരുടെ കുഞ്ഞാണിത്? ഇത് എൻ്റെ സാറിൻ്റെ. ആ കൊറിയോഗ്രാഫറിന്റെ കുഞ്ഞാണോ? എന്താ പേര്? കുഞ്ഞിന് പേര് മോനാണോ മോളാണോ? മോനാണ്. എന്താ പേര്? ഇവാൻ സുജിൻ. ഒരു സ്പെഷ്യൽ ക്ലാപ്പ് മോനോട് ഇല്ല, കാരണം നന്നായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ആ കുഞ്ഞു ആവയെ കൊണ്ട് കയ്യിൽ കൊടുക്കുമ്പോൾ അഫ്നയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ആ ഡള്ളായിട്ടിരുന്നേന്ന് പെട്ടെന്ന് മാറി ആ ബേബീനെ കയ്യിലെടുത്തിട്ടുള്ള ആ ഒരു ട്രാൻസിഷൻ വാസ് വെരി ടച്ചിങ്. അത് വളരെ നന്നായിരുന്നു. താങ്ക് യു.